ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പുലർച്ചെ അല്ലെങ്കിൽ രാത്രി 1:30 എന്നൊക്കെ പറയാം. ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ദിവസമായിട്ട് ഭയങ്കര ബോറടി, എന്താണെന്നറിയില്ല. എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ തോന്നുക, ഡെയിലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഈ ടൈമിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു രാവിലെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എങ്ങോട്ടാണെന്നൊന്നും ഇപ്പോഴൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ അയൺ ചെയ്തു, വീടൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തു. കാര്യം രാവിലെ നേരത്തെ പോകണം. ഇനി 2-3 മണിക്കൂറും കൂടെ ഉറങ്ങാൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും വേഗം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നു. അങ്ങനെ കറക്റ്റ് 4:30 ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. 4 മണി 4:30 ആ ഒരു ടൈമിൽ എഴുന്നേറ്റു. ബേബൂസിനൊക്കെ ഒരുക്കി. കാര്യം മോൾക്ക് സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ അവൾക്ക് വേണ്ടിയും ഒരു ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ എന്നും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ലേബുവിൻ്റെ ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടും ഇക്കാൻ്റെ ഫ്രണ്ടും അങ്ങനെ ഒരു ഫാമിലിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി വണ്ടി ഇറക്കാനുള്ള പ്ലാനിലാണ്. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റിയിടുമ്പോൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറക്കണം, അവിടെ ബൈക്സൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റണം. 2-3 ബൈക്കൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ പോകാൻ റെഡി ആയതും ഇതൊക്കെ. അപ്പം ഇനിയിപ്പോൾ സാധനങ്ങൾ കയറ്റുക, ഇറങ്ങാന്നുള്ള പരിപാടിയാണ്. ഫസ്റ്റ് ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം. തൊട്ടടുത്ത് തന്നെയാണ് ഫ്രണ്ടിൻ്റെ വീട്. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോവുകയാണെങ്കിലും എനിക്ക് അത്രയും ക്ലോസ് ആയ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഒരു ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെയും എനിക്ക് മാത്രമല്ല ക്ലോസ് ആയിട്ടുള്ളത്, ഇക്കാൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഹസ്ബൻഡ്സ് ഇക്കാൻ്റെ ഫ്രണ്ട്സാണ്. അവർക്ക് മക്കളുള്ളത് ലൈബുവിൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ അവർ എൻ്റെ ഫ്രണ്ടുമാണ്. അങ്ങനെ ഫാമിലി ഫുള്ളായിട്ട് ഒരു ഫ്രണ്ട്സ് മയാണെന്ന് പറയാം. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ കയറ്റുകയാണ്. എങ്ങോട്ടോ പോവുകയാണെന്ന് ഇപ്പോഴും നിശ്ചയമൊന്നുമില്ല. എന്നാലും പോകുമ്പോൾ 1-2 ദിവസത്തേക്കുള്ള സാധനങ്ങൾ കയ്യിൽ വെക്കുന്നുണ്ട്. ആദ്യം അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അവരെ പിക്ക് ചെയ്യാണ്. അവരെയും കൂടെ കൂട്ടിയിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ വീട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവരെ പിക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ കയറി. ചായ കുടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. കുട്ടികൾക്ക് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ നേരത്തെ എഴുന്നിട്ട് കൊണ്ടുവന്നാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞു ബേബിയും കൂടെ ഉണ്ട് കേട്ടോ. മറ്റേ ഫ്രണ്ടിന് ചെറിയൊരു ബേബിയും കൂടെ ഉണ്ട്. അപ്പോൾ അവനക്കും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഒന്ന് കൊടുക്കേണ്ടതുണ്ടായിരുന്നു, ചെറുതായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും എല്ലാവർക്കും കൂടെ വെറുതെ ഒന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ചായ കുടിച്ചു, പത്തിരി കഴിച്ചു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു ടൈം അങ്ങനെ കഴിഞ്ഞ്. ഇപ്പോൾ ടൈം 8 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് നല്ല ഉറക്കമാണ്. മിക്കവാറും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ടീമൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമായിരിക്കും എല്ലാവരും. അപ്പം ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഇനി ബാക്കി വീഡിയോസൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഞാനും അതുപോലെ വണ്ടി ഓടിക്കുന്ന ഇക്കയും ഫൈസൽക്കൊക്കെ മാത്രമേ ഉണർന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഉറക്കമാണേ. പാട്ടൊക്കെ നിർത്തിയ അതിനിടയിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് ഇൻസ്റ്റയിൽ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവിടെയും ഷൂട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ചായ മാത്രമാണല്ലോ കഴിച്ചിരുന്നത്. അതിന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കുറേ തപ്പി നടന്ന് അതിനിടയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെള്ളപ്പവും അതുപോലെ തന്നെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് തീർന്നിരിക്കുകയായിരുന്നു. കാര്യം സൺഡേ ആയിരുന്നു, ഇത് സൺഡേ ആണ്. അപ്പോൾ ഈ സൺഡേ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 അപ്പവും 1 പൊറോട്ട എന്തോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂട്ടിയായിരുന്നു ഞങ്ങളുടെ ഫുഡ് അടി.
അങ്ങനെ ഫുഡ് അടിക്കുന്ന ടൈമായി. അതിനിടയിൽ കൂടെ അപ്പം എത്തി, വെള്ളയപ്പവും മുട്ടക്കറിയും പിന്നെ ഗ്രീൻ പീസ് കറി അങ്ങനെയുള്ള സംഭവമായിരുന്നു കിട്ടിയിരുന്നത്. കുട്ടിക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവൾക്ക് വാരി കഴിക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്ത് പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടിയും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കണ്ടായിരുന്നു. അപ്പം ചില ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ എനിക്കത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ചില ഭാഗത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറ് ഫ്ലവേഴ്സൊക്കെ ഞാനിങ്ങനെ പിക്സ് എടുത്തിങ്ങനെ വെച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തപ്പി അവസാനം ഞങ്ങൾക്ക് റൂം കിട്ടി, റൂമിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇനി ഫ്രഷ് ആയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് വാഗമണ്ണ് മൊത്തത്തിലൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട്. പിന്നെ രാവിലെ മുതൽ ഇപ്പോൾ വൈകുന്നേരം വരെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. അതിനിടയിൽ ഇനിയിപ്പോൾ അറിയത്തില്ല, ഇനി ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഇറങ്ങണം. അതിന് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, കുട്ടികൾക്കൊന്ന് ബാത്റൂമിലേക്കൊക്കെ പോവുക, അങ്ങനെയുള്ള കുഞ്ഞു പരിപാടിയൊക്കെയാണ്. എന്തായാലും ഈ റിസോർട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡോറ് തുറന്നിട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതായത് ഇടത്തോട്ടും വലത്തോട്ടും ഫ്രണ്ടിലോട്ടും ഒക്കെ നോക്കുമ്പോൾ നന്നായിട്ട് വ്യൂ പോയിൻറ്റ് കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഈ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇങ്ങനത്തെ ഈ വിഷ്വൽസൊക്കെ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? നല്ല രസമാണ് ഇതിൻ്റെ അവിടെ നിന്ന്. ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈനൊക്കെ കണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പോൾ ചെറുതായിട്ട് ഫോക്കസ് ഔട്ടായിപ്പോയി. എന്തായാലും നല്ല രസമുള്ള സ്ഥലം, നല്ല രസമുള്ള റൂം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഒന്നും കൂടെ ഇവിടെ വന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളിങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. കളി, ചിരി, അത് തുറന്ന് കാണിക്കുക, ഇത് തുറന്ന് കാണിക്കുക എന്നൊക്കെയുള്ള പോലെ അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെടുത്ത റൂമിലൊന്നും AC ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല തണുപ്പുള്ള റൂമാണ്. അപ്പോൾ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേബൂസിനും ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും വരുന്നത്. അപ്പോൾ വാഗമൺ വിശേഷം